ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പ്രാവിൻകൂട് ഷാപ്പ് കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ ബാംഗ്ലൂരിൽ ഐനോക്സിൽ വെച്ചിട്ടാണ് കണ്ടത്. രാത്രിയത്തെ ഷോ ആണ് പോയിട്ട് കണ്ടത്. സിനിമ എങ്ങനെയാണെന്നുള്ള ചോദ്യം, അതിനുള്ള ഉത്തരമാണ് ഞാൻ ഇൻസ്റ്റൻ്റ്ലി പറയാൻ പോകുന്നത് ഇൻ 4 minutes. നല്ല കിടുക്കാച്ചി പടം എന്ന് പറഞ്ഞാൽ നല്ല കിണ്ണം കാച്ചിയ ഫിലിം മേക്കിംഗ്. ഇതിൻ്റെ ഡയറക്ടറിനെ സ്കില്ല് നമ്മൾ നമിച്ചേ പറ്റൂ. പുള്ളിയുടെ ഫസ്റ്റ് സിനിമയാണിത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. ഒരുപാട് സിനിമകൾ ഇനി മലയാളത്തിന് നൽകാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഡയറക്ടർ. അതായത് ഇതിൻ്റെ ഒരു സിനോപ്സിസ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഒരു ഷാപ്പിൽ നടക്കുന്ന ഒരു സംഭവം, അതിനെ ചുറ്റിപ്പറ്റി അന്വേഷണത്തിന് വരുന്നൊരു പോലീസുകാരൻ. ഇങ്ങനെയാണ് IMDbയിലും ബുക്ക് മൈ ഷോയിലൊക്കെ ഈ സിനിമയെക്കുറിച്ച് എഴുതുന്നത്. ഇതാണ് ഇതിൻ്റെ ഇതിവൃത്തം. പക്ഷേ ഈ ഒരു സംഭവം വെച്ചുകൊണ്ട് ഇത്രയും നല്ല രീതിയിൽ ഒരു സാധനം ഷൂട്ട് ചെയ്തെടുക്കണമെങ്കിൽ അൾട്ടിമേറ്റ്ലി അത് ആ ഡയറക്ടറിന്റെ കഴിവാണ്, വേറെ ഒരു സംഭവം. ഈ ബേസിലിന്റെ സിനിമകൾ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ബേസിലിന്റെ അഭിനയം ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട് ഇന്നത്തെ കാലത്തിൽ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ബേസിലിന്റെ അഭിനയത്തിന് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ബേസിലിന്റെ സിനിമ കാണണം എന്ന് വിചാരിക്കുന്ന ഒരാളെ അല്ല. പക്ഷെ ഞാൻ ബേസിലിന്റെ സിനിമകൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു പോവാണ്. ഇപ്പൊ സൂക്ഷ്മദർശിനി നോക്കുകയാണെങ്കിൽ, അതുപോലെ ജയ 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 ഹേ നോക്കുകയാണെങ്കിൽ, അതുപോലെ നമ്മുടെ ഗുരുവായൂർ അമ്പല നടയിൽ, അതുപോലെ ഇപ്പോൾ ഈ സിനിമയും എനിക്ക് പുള്ളീൻ്റെ അഭിനയം ഇങ്ങനെ കാത്തിരുന്ന് കാണണം എന്നുള്ള ഒരു ആഗ്രഹമില്ല. പക്ഷെ പുള്ളി ഓരോ സിനിമകളായി വന്നിട്ട് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണിത്? എത്ര സിനിമകളായി! ഇതില്ലാത്തതുപോലെ അമ്മാതിരി രീതിയിൽ നല്ല നല്ല സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുക, നല്ല ഇതുമായിട്ട് വരിക. ഇത് ഔട്ട് ആൻഡ് ഔട്ട് ബേസിൽ ആൻഡ് സൗബിൻ ഷോ ആണ്. അതിൽ കൂടുതൽ മുന്നിൽ നിൽക്കുന്നതെന്ന് ബേസിലാണെന്ന് പറയാം. സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഹാഫൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓക്കെ, ഇനി എന്താണ് ഇതിൽ കാണിക്കാനുള്ളത്, ഈ സ്ക്രിപ്റ്റിൽ ഇത്രയല്ലേ ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് പേഴ്സണലി ഉണ്ടായത്. കുറച്ചൊരു അങ്ങനത്തെ ഒക്കെ ഒരു സംഭവം ഒന്ന് വേഗം തീർന്നാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നി. കാരണം ഇതിൻ്റെ ലെങ്ത് കുറച്ച് കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ഒരു 2.5 മണിക്കൂർ ഉണ്ട് ഇത്. പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നതും നല്ല കിണ്ണം കാച്ചിയ ഫിലിം മേക്കിംഗ്. അതിൽ ഷൈജു ഖാലിദാണ് ഇതിൻ്റെ DOP. അതുപോലെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ആൾക്കാർ, അതുപോലെ മാർക്കോൻ്റെ അതേ ആളാണ് സ്റ്റൺസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ടെക്നിക്കലി വന്നായിട്ടുള്ള സിനിമ. ഈ സിനിമ ഞാൻ കാണാൻ പോകാനും ഒറ്റൊരു റീസണേ ഉള്ളൂ. ഫസ്റ്റ് ഡേ കാണാൻ പോകാനുണ്ടായിരുന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു ബേസിലിൻ്റെ സിനിമ കാത്തിക്കുന്ന ഒരാളല്ല ഞാൻ കാണാൻ പോയതിൻ്റെ ഫസ്റ്റ് റീസൺ അൻവർ റഷീദാണ്. അൻവർ റഷീദ് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് എന്തെങ്കിലും ഒരു സംഭവം ഇല്ലാണ്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. ആ ഉറപ്പ് കാത്തു സൂക്ഷിച്ചു. ഫിലിം മേക്കറിൻ്റെ കളിയാണ്, ഫിലിം മേക്കിങ്ങിൻ്റെ കളിയാണ്. അതുപോലെ കുറേ വൈറ്റ് ഷോട്ട്, ആ ഒരു രാത്രി, ആ ഒരു അറ്റ്മോസ്ഫിയർ, കുറേ ഒരു മണ്ണും പൊടിയും കുറേ കോതപ്പുല്ലും അങ്ങനെയൊക്കെയുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ഒരു ഇടയ്ക്കെല്ലാം നമുക്ക് തോന്നുന്നു ഒരു വെസ്റ്റേണിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ തോന്നും. പിന്നെ നോക്കുമ്പോൾ കുറേ ഹിൽ ടോപ്പ്, അതിന് ബ്യൂട്ടിഫുള്ളായിട്ട് പല സംഭവങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതുപോലെ അഭിനേതാക്കൾ എല്ലാവരും നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ പോലീസ് സ്റ്റേഷനത്തെ ചില ഷോസും കാര്യങ്ങളെല്ലാം കുറച്ച് ഓവർ എക്സാജുറേറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതിൽ ഡാർക്ക് ഹ്യൂമർ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു പ്രതിഫലനമായിട്ടായിരിക്കും അങ്ങനെയൊക്കെ വന്നിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ സെക്കൻഡ് ഹാഫിലുള്ള ഓരോ സംഭവങ്ങൾ കണ്ടിട്ട്, ഇതിൻ്റെ കട്ട്സ്, എത്ര ഷോർട്സ് എടുത്തിട്ടുണ്ട്, ഓരോ സീൻ തന്നെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എത്ര രീതിയിൽ ചിന്തിച്ചിട്ടാണ്. സ്ക്രിപ്റ്റ് ഈ ഒരു ചെറിയ സബ്ജക്റ്റുള്ള ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു സിനോപ്സിസ് വെച്ചിട്ട് ഇത്ര രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഷോർട്ട് ഡിവിഷൻ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രമാത്രം തല ഉപയോഗിച്ച് പണിയെടുത്തിട്ടുണ്ടാവണം. അപ്രീഷിയേറ്റ് ചെയ്യേണ്ട പണി തന്നെയല്ലോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ബോധം ഇവരെല്ലാം ഉള്ള. കഴിഞ്ഞ ആഴ്ച ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഒരു സംഭവം പറഞ്ഞിട്ട്. എനിക്ക് അതെല്ലാം എടുത്തിട്ട് ഇതിൻ്റെ അടുത്ത് വെക്കാൻ പറ്റില്ല. കാരണം ഇത് അൾട്ടിമേറ്റ് ഫിലിം മേക്കിംഗ് ആണ് കാണിച്ചു തന്നിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിലുള്ള ഒരു ചേസ് സീൻ ഉണ്ട്, 2 വണ്ടിയുടെ സംഭവം. അത് ഐഡന്റിറ്റിയിലാണ് ഞാൻ ഈ അടുത്ത് കണ്ടിട്ട് സ്റ്റണ്ടായി പോയത്. ഇതും സ്റ്റണ്ടായി എന്ന് പറയേണ്ടി വരും. അമ്മാതിരി രീതിയിലാണ് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറേ ലോങ് ഷോട്ട്സ് എല്ലാം ഉണ്ടായിരുന്നു ഇതിൽ. അതുപോലെ തന്നെ അപ്പോൾ ഒന്നും നോക്കണ്ട, നല്ല കിടുക്കാച്ചി പടം, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട വർക്ക്, കിഡിലം ഫിലിം മേക്കിംഗ്. ഫസ്റ്റ് ഹാഫിൽ നിങ്ങളിങ്ങനെ ആകാശത്തിലേക്ക് ഇങ്ങനെ അമ്മാനമാടി പോയിട്ടൊന്നുമില്ലെങ്കിലും സെക്കൻഡ് ഹാഫിൽ കൊളുത്തിയിടും ആൾക്കാരെ. നല്ല ഗ്രിപ്പിംഗ് ആണ്. അമ്മാതിരി രീതിയിലാണ് സെക്കൻഡ് ഹാഫ് ചെയ്തിരിക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. ഒരു 8.5 10 കൊടുക്കേണ്ട ഒരു തരം സിനിമയാണെന്ന് പറയേണ്ടി വരും. മലയാളികളുടെ ഓരോരോ വർക്ക് കണ്ടിട്ട് പുറത്തുള്ള ആൾക്കാർ ഇനിയും ഞെട്ടാനിരിക്കുന്നേ ഉള്ളൂ. കിഡിലം പടം,
അപ്പോൾ ഈ സിനിമ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോയിട്ട് കാണും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ വന്നിട്ട് ഇടും. ഇനിയിപ്പോൾ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ഇതുപോലെയുള്ള ക്രിട്ടിക്കൽ അനാലിസിസ് ചെയ്യുന്ന വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ മതി. നമ്മുടെ ഒരു അഭിപ്രായം എല്ലാവരുടെയും അഭിപ്രായം പറയുന്ന പോലെയുള്ളൊരു സാധനമല്ല. അങ്ങനെ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ടു ചാനൽ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.